ഹായ്, കരിയർ ഗൈഡൻസിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണ് എന്നാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കരുതുന്നത് നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികളാണ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളെന്നാണ്. എന്നാൽ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇനി ഇതിലെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ആരാണ് ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ? ഇവർക്ക് ഭാഷ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി അല്ലെങ്കിൽ കഴിവുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അവർക്ക് കഥകൾ എഴുതാൻ പറ്റും, കവിതകൾ എഴുതാൻ പറ്റും, നന്നായി പ്രസംഗിക്കാൻ, ഏതൊരാളുടെ മുന്നിലും പേടിയില്ലാതെ പ്രസംഗിക്കാനും പുതിയ ഭാഷകൾ വേഗത്തിൽ പഠിക്കാനും അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇവർക്ക് വായന എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു താല്പര്യമുള്ള മേഖലയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് മലയാളം, ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ നല്ല മാർക്ക് ലഭിക്കുന്നു. എന്നാൽ സ്കൂൾ അസംബ്ലിയിൽ പ്രസംഗിക്കാനും കഥ പറയാനൊക്കെ ആ കുട്ടിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള കുട്ടികളാണ്. ഇനി ഇത്തരത്തിൽ ലിംഗ്വിസ്റ്റിക് കഴിവുള്ള കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അധ്യാപകരാവാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോയർ ആവാനും, അതുപോലെ തന്നെ പത്രപ്രവർത്തകനാകാനും, എഴുത്തുകാരനാകാനും, അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റർ ആവാനൊക്കെ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂട്യൂബറോ ആങ്കറോ ഒക്കെ ആവാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഇതിലെ രണ്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. ഇവർക്ക് പ്രശ്നങ്ങളെ യുക്തിപൂർവം ചിന്തിച്ച് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് മാത്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ പസിലുകളൊക്കെ പരിഹരിക്കാനും, അതുപോലെ മാത്സിലെ കാൽക്കുലേഷൻസ് ഒക്കെ വേഗത്തിൽ ചെയ്യാനും ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഇവർക്കൊക്കെ ഓരോന്നിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ഇവരെന്ത് ചെയ്യും, ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് റുബിക്സ് ക്യൂബ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തിനും ഇന്റലിജൻസ് ആണ്, ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾക്കും. ഇനി ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയർ ആവാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആവാനും, സയന്റിസ്റ്റ് ആവാനും, ഡാറ്റ അനലിസ്റ്റ് ആവാനും, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആവാനും, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, AI എഞ്ചിനീയർ, ഇങ്ങനെ ഒരുപാട് കരിയറുകൾ ഇവരുടെ ഈ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഇന്റലിജൻസ് ഏതാണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഏതാണ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇനി മൂന്നാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വിഷ്വൽ ഇന്റലിജൻസ് ആണ്. എന്താണ് വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്ന കാര്യങ്ങളെ അതേപടി മനസ്സിൽ വ്യക്തമായി സങ്കല്പിക്കാനും അത് രൂപകൽപ്പന ചെയ്യാനും കഴിവുള്ള വിഭാഗം ആണ് ഇത്തരം ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഇപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്രരചനയെ അവർ നന്നായി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും, അതുപോലെ തന്നെ മാപ്പുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനും, അത്തരത്തിലൊക്കെയുള്ള കഴിവുള്ള കുട്ടികളാണ് നമ്മൾ വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വിഷ്വൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാഫിക് ഡിസൈനിങ് ഇവർക്ക് സൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനർ, ആനിമേറ്റർ, ഫോട്ടോഗ്രാഫർ, ഫിലിം ഡയറക്ടർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കരിയറുകളാണ്. നാലാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. എന്താണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന്? സംഗീതം, താളം, ശബ്ദം എന്നിവയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവർക്ക് പാട്ട് പാടാൻ കഴിയും. അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് ശബ്ദത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങളെ പോലും വേഗത്തിൽ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാട്ടിനനുസരിച്ച് താളം പിടിക്കാനൊക്കെ ഇവർക്ക് എന്ത് ചെയ്യും, സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരു പാട്ടുകാരനാവാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഡയറക്ടർ, കമ്പോസർ,
സൗണ്ട് എഞ്ചിനീയർ, അതുപോലെ തന്നെ മ്യൂസിക് ടീച്ചർ, മ്യൂസിക് പ്രൊഡ്യൂസർ, ഇത്തരത്തിലുള്ള കരിയറൊക്കെ ഈ ഇന്റലിജൻസ്, അതായത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള കരിയറുകളാണ്. അഞ്ചാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബോഡിലി അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. എന്താണ് ബോഡിലി അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ചലനങ്ങൾ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്പോർട്സിൽ എന്തായിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും, നൃത്തം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൈകൊണ്ട് ചെയ്യാൻ പല കാര്യങ്ങളും വളരെ ഈസി ആയിക്കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു അത്ലറ്റ് ആവാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു പ്ലെയർ ആവാൻ, ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആകാൻ അവർക്ക് സാധിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ഡാൻസിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആക്ടർ ആവാൻ, അല്ലെ, ഇത്തരത്തിൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് നല്ലൊരു ആക്ടർ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിറ്റ്നസ് ട്രെയിനർ, അതുപോലെ തന്നെ സർജൻ. അപ്പൊ ഇത്തരത്തിലുള്ള കരിയറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തില് ബോഡിയിലെ അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കരിയറുകളാണ് ഇവയെല്ലാം. ആറാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. ഇവർക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും കഴിവുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരൊരു ടീമിൻ്റെ ഒക്കെ ലീഡർ ആയിക്കൊണ്ട് നിലനിൽക്കാനും പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായി കൊണ്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അതുപോലെ തന്നെ എല്ലാവരോടും ഒരേപോലെ അടുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. ആളുകളെ പ്രചോദിപ്പിക്കാൻ, മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും ഇവർ. ഇനി ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറയുന്നത് HR മാനേജർ, ടീച്ചർ, കൗൺസിലർ, പൊളിറ്റീഷ്യൻ, സെയിൽസ് മാനേജർ, സോഷ്യൽ വർക്കർ, ഇത്തരത്തിലുള്ള കരിയറൊക്കെ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കരിയറുകളാണ്. ഇനി ഏഴാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്നാണ്. അതായത് സ്വന്തം വികാരങ്ങളെയും ശക്തിയെയും, ശക്തി മാത്രമല്ല ദൗർബല്യവും, ഇതിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, ഇവർക്ക് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവരുടെ പ്രത്യേകത, ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഇങ്ങനെ കുറേ സമയം ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ സ്വന്തം ലക്ഷ്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളുണ്ടാവും. അതുപോലെ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവർക്ക് ഇവരുടെ തന്നെ കഴിവുകേടുകളും എന്തൊക്കെയാണെന്ന് സ്വയം വിലയിരുത്താൻ പറ്റുന്ന ആളുകളായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറി തീരുമാനം എടുക്കൂല, മറിച്ച് കൃത്യമായി ആലോചിച്ച് അതിൻ്റെ വരും വരായികകളെ കുറിച്ച്, അതിൻ്റെ നഷ്ടലാഭങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി ചിന്തിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. ഇനി ഇത്തരത്തിലുള്ള സ്കില്ലുള്ള ആളുകൾ, ഇന്റലിജൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ്, റൈറ്റർ, റിസർച്ചർ, അതുപോലെ തന്നെ ഫിലോസഫർ, ലൈഫ് കോച്ച്, അതുപോലെ തന്നെ മെന്റർ. അപ്പൊ ഇത്തരത്തിലുള്ള കരിയറാണ് ഈ ഇന്റലിജൻസ്. ഏത് ഇന്റലിജൻസ് ആണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കരിയറുകൾ ഇത്തരത്തിലുള്ള കരിയറുകളാണ്. ഇനി എട്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. അതായത് പ്രകൃതിയെയും സസ്യങ്ങളെയും മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആ ആളുകൾക്കുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്നത് അവർക്ക് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളായിരിക്കും. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇവർ ചെടികളെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ, മൃഗങ്ങളെ തലോടാൻ, അതിനെ കൊണ്ടു നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ഇനി പക്ഷികളൊക്കെ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളാണെന്ന് അതിനെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിഭാഗം ആളുകളായിരിക്കും. അതുപോലെ തന്നെ പ്രകൃതിയിൽ കുറേ സമയം പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കരിയറുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗ ഡോക്ടർ, അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരിയർ, അതുപോലെ തന്നെ എൻവയൺമെന്റൽ സയൻസ്, ഫോറസ്റ്റ് ഓഫീസർ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ബൊട്ടാണിസ്റ്റ്, സുവോളജിസ്റ്റ്, ഇത്തരത്തിലുള്ള കരിയറുകളൊക്കെ ഈ ഇന്റലിജൻസ്, ഏത് ഇന്റലിജൻസ് ആണ്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഈ ഇന്റലിജൻസ് കൂടുതൽ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കരിയറുകളാണ്. ഹായ്,
കരിയർ ഗൈഡൻസിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണ് എന്നാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കരുതുന്നത് നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികളാണ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളെന്നാണ്. എന്നാൽ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇനി ഇതിലെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ആരാണ് ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ? ഇവർക്ക് ഭാഷ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി അല്ലെങ്കിൽ കഴിവുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അവർക്ക് കഥകൾ എഴുതാൻ പറ്റും, കവിതകൾ എഴുതാൻ പറ്റും, നന്നായി പ്രസംഗിക്കാൻ, ഏതൊരാളുടെ മുന്നിലും പേടിയില്ലാതെ പ്രസംഗിക്കാനും പുതിയ ഭാഷകൾ വേഗത്തിൽ പഠിക്കാനും അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഇവർക്ക് വായന എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു താല്പര്യമുള്ള മേഖലയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് മലയാളം, ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ നല്ല മാർക്ക് ലഭിക്കുന്നു. എന്നാൽ സ്കൂൾ അസംബ്ലിയിൽ പ്രസംഗിക്കാനും കഥ പറയാനൊക്കെ ആ കുട്ടിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള കുട്ടികളാണ്. ഇനി ഇത്തരത്തിൽ ലിംഗ്വിസ്റ്റിക് കഴിവുള്ള കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അധ്യാപകരാവാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോയർ ആവാനും, അതുപോലെ തന്നെ പത്രപ്രവർത്തകനാകാനും, എഴുത്തുകാരനാകാനും, അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റർ ആവാനൊക്കെ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂട്യൂബറോ ആങ്കറോ ഒക്കെ ആവാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഇതിലെ രണ്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. ഇവർക്ക് പ്രശ്നങ്ങളെ യുക്തിപൂർവം ചിന്തിച്ച് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് മാത്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ പസിലുകളൊക്കെ പരിഹരിക്കാനും, അതുപോലെ മാത്സിലെ കാൽക്കുലേഷൻസ് ഒക്കെ വേഗത്തിൽ ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടമുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഇവർക്കൊക്കെ ഓരോന്നിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ഇവരെന്ത് ചെയ്യും, ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് റുബിക്സ് ക്യൂബ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തിലും ഇന്റലിജൻസ് ആണ്, ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾക്കും. ഇനി ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയർ ആവാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആവാനും, സയന്റിസ്റ്റ് ആവാനും, ഡാറ്റ അനലിസ്റ്റ് ആവാനും, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആവാനും, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, AI എഞ്ചിനീയർ, ഇങ്ങനെ ഒരുപാട് കരിയറുകൾ ഇവരുടെ ഈ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഇന്റലിജൻസ് ഏതാണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഏതാണ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഇനി മൂന്നാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വിഷ്വൽ ഇന്റലിജൻസ് ആണ്. എന്താണ് വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്ന കാര്യങ്ങളെ അതേപടി മനസ്സിൽ വ്യക്തമായി സങ്കല്പിക്കാനും അത് രൂപകൽപ്പന ചെയ്യാനും കഴിവുള്ള വിഭാഗം ആണ് ഇത്തരം ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഇപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്രരചനയെ അവർ നന്നായി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും, അതുപോലെ തന്നെ മാപ്പുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനും, അത്തരത്തിലൊക്കെയുള്ള കഴിവുള്ള കുട്ടികളാണ് നമ്മൾ വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വിഷ്വൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാഫിക് ഡിസൈനിങ് ഇവർക്ക് സൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനർ, ആനിമേറ്റർ, ഫോട്ടോഗ്രാഫർ, ഫിലിം ഡയറക്ടർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കരിയറുകളാണ്. നാലാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. എന്താണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ, സംഗീതം, താളം, ശബ്ദം എന്നിവയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇവർക്ക് പാട്ട് പാടാൻ കഴിയും. അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് ശബ്ദത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങളെ പോലും വേഗത്തിൽ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാട്ടിനനുസരിച്ച് താളം പിടിക്കാനൊക്കെ ഇവർക്ക് എന്ത് ചെയ്യും, സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരു പാട്ടുകാരനാവാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഡയറക്ടർ, കമ്പോസർ,
സൗണ്ട് എഞ്ചിനീയർ, അതുപോലെ തന്നെ മ്യൂസിക് ടീച്ചർ, മ്യൂസിക് പ്രൊഡ്യൂസർ, ഇത്തരത്തിലുള്ള കരിയറൊക്കെ ഈ ഇന്റലിജൻസ്, അതായത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള കരിയറുകളാണ്. അഞ്ചാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബോഡിലി അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. എന്താണ് ബോഡിലി അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിന്റെ ചലനങ്ങൾ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ സ്പോർട്സിൽ എന്തായിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും, നൃത്തം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൈകൊണ്ട് ചെയ്യാൻ പല കാര്യങ്ങളും വളരെ ഈസി ആയിക്കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു അത്ലറ്റ് ആവാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു പ്ലെയർ ആവാൻ, ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആകാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത്. അല്ലെങ്കിൽ ഡാൻസിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ആക്ടർ ആവാൻ, അല്ലെ, ഈ ഇത്തരത്തിൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് നല്ലൊരു ആക്ടർ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിറ്റ്നസ് ട്രെയിനർ, അതുപോലെ തന്നെ സർജൻ. അപ്പൊ ഇത്തരത്തിലുള്ള കരിയറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തില് ബോഡിലി അല്ലെങ്കിൽ കിനസ്തെറ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കരിയറുകളാണ് ഇവയെല്ലാം. ആറാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ളതാണ്. ഇവർക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും കഴിവുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരൊരു ടീമിൻ്റെയൊക്കെ ലീഡർ ആയിക്കൊണ്ട് നിലനിൽക്കാനും പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായി കൊണ്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അതുപോലെ തന്നെ എല്ലാവരോടും ഒരേപോലെ അടുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. ആളുകളെ പ്രചോദിപ്പിക്കാൻ, മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും ഇവർ. ഇനി ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കരിയർ എന്ന് പറയുന്നത് HR മാനേജർ, ടീച്ചർ, കൗൺസിലർ, പൊളിറ്റീഷ്യൻ, സെയിൽസ് മാനേജർ, സോഷ്യൽ വർക്കർ, ഇത്തരത്തിലുള്ള കരിയറൊക്കെ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള കരിയറുകളാണ്. ഇനി ഏഴാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്നാണ്. അതായത് സ്വന്തം വികാരങ്ങളെയും ശക്തിയെയും, ശക്തി മാത്രമല്ല ദൗർബല്യവും, ഇതിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, ഇവർക്ക് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവരുടെ പ്രത്യേകത, ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് ഇങ്ങനെ കുറേ സമയം ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ സ്വന്തം ലക്ഷ്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളുണ്ടാവും. അതുപോലെ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവർക്ക് ഇവരുടെ തന്നെ കഴിവുകളും കഴിവുകേടുകളും എന്തൊക്കെയാണെന്ന് സ്വയം വിലയിരുത്താൻ പറ്റുന്ന ആളുകളായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറി തീരുമാനം എടുക്കൂല, മറിച്ച് കൃത്യമായി ആലോചിച്ച് അതിൻ്റെ വരും വരായികകളെ കുറിച്ച്, അതിൻ്റെ നഷ്ടലാഭങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി ചിന്തിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. ഇനി ഇത്തരത്തിലുള്ള സ്കില്ലുള്ള ആളുകൾ, ഇന്റലിജൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ്, റൈറ്റർ, റിസർച്ചർ, അതുപോലെ തന്നെ ഫിലോസഫർ, ലൈഫ് കോച്ച്, അതുപോലെ തന്നെ മെന്റർ. അപ്പൊ ഇത്തരത്തിലുള്ള കരിയറാണ് ഈ ഇന്റലിജൻസ്. ഏത് ഇന്റലിജൻസ് ആണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കരിയറുകൾ ഇത്തരത്തിലുള്ള കരിയറുകളാണ്. ഇനി എട്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. അതായത് പ്രകൃതിയെയും സസ്യങ്ങളെയും മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആ ആളുകൾക്കുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്നത് അവർക്ക് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളായിരിക്കും. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇവർ ചെടികളെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ, മൃഗങ്ങളെ തലോടാൻ, അതിനെ കൊണ്ടു നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ഇനി പക്ഷികളൊക്കെ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളാണെന്ന് അതിനെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിഭാഗം ആളുകളായിരിക്കും. അതുപോലെ തന്നെ പ്രകൃതിയിൽ കുറേ സമയം പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കരിയറുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗ ഡോക്ടർ, അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരിയർ, അതുപോലെ തന്നെ എൻവയൺമെന്റൽ സയൻസ്, ഫോറസ്റ്റ് ഓഫീസർ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ബൊട്ടാണിസ്റ്റ്, സുവോളജിസ്റ്റ്, ഇത്തരത്തിലുള്ള കരിയറുകളൊക്കെ ഈ ഇന്റലിജൻസ്, ഏത് ഇന്റലിജൻസ് ആണ്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഈ ഇന്റലിജൻസ് കൂടുതൽ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കരിയറുകളാണ്.